ഭക്തജനങ്ങളെ, വേദശീലകളുടെ വ്യക്തതകളിൽ നിന്നും ശാസ്ത്രത്തിന്റെ താളിയോലകളിൽ നിന്നും കണ്ടെടുത്ത ആചാരവിശ്വാസങ്ങൾ പ്രകാരം കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും കഴിവുള്ള ഭൂമുഖത്തെ സർവചരാചരങ്ങൾക്കും വേണ്ടി അനാദിയും അമരവുമായ സനാതന മഹാധർമ്മത്തിന്റെ കാലം തകർക്കാത്ത ആചാരകലകളെ ക്ഷേത്രസന്നിധിയിലെത്തിച്ചുകൊണ്ട് ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കുന്ന ശ്രീ ലക്ഷ്മി നാരായണ ഹൃദയ വിഷ്ണു യാഗത്തിന് ധന്യത പകർന്നുകൊണ്ട് പുതുമ ശ്രീ അയ്യപ്പ ഭജന മന്ദിര സന്നിധിയിൽ നിന്നാരംഭിച്ച ഫലധാന്യ സുഹൃത സമൃദ്ധമായ കലവർ നിറയ്ക്കൽ ഘോഷയാത്രയാണ് വാദ്യമേളത്തിന്റെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ഇതുവഴി കടന്നു വരുന്നത്. മഹാവിഷ്ണു ഹൈന്ദവ വിശ്വാസപ്രകാരം മനുഷ്യന്റെ ഗ്രാഹ്യത്തിനും സർവ്വഗുണങ്ങൾക്കും അതീതമായി പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ സംരക്ഷകനായി പരിലസിക്കുന്നു. സകല ജീവജാലങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവും ശ്രീ മഹാവിഷ്ണു തന്നെയാണ്. പ്രപഞ്ചത്തിൽ അധർമ്മം വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ നാരായണൻ അസംഖ്യം അവതാരങ്ങളെടുക്കുകയുണ്ടായി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീത. സൃഷ്ടി, സ്ഥിതി, സംഹാരം, അനുഗ്രഹം, തിരോധാനം തുടങ്ങിയ പഞ്ചകൃത്യങ്ങൾ പരബ്രഹ്മമായ സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണുവാണ് നിർവഹിക്കുന്നത്. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ മഹാവിഷ്ണുവാകുന്നു. സമസ്ത ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യത്തെയാണ് ആദിനാരായണ സ്വരൂപമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും ക്രിയാശക്തിയുടെയും പ്രതീകമായ ആദിപരാശക്തി ശ്രീ മഹാലക്ഷ്മിയാണ് മഹാവിഷ്ണുവിന്റെ ധർമ്മപത്നി. ശ്രീ ലക്ഷ്മി നാരായണ ഹൃദയ വിഷ്ണു യാഗം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമായൊരാരോഗ്യവും ദുരിതശാന്തിയും സമ്പൽ സമൃദ്ധിയും സന്താനലബ്ധിയും സർവൈശ്വര്യങ്ങളും നാടിനഭിവൃദ്ധിയും സിദ്ധിക്കുമെന്നാണ് അഭിജ്ഞമതം. ആയതിനാൽ എല്ലാ ഭക്തജനങ്ങളും സകലാഭയവരദായകനായ മഹാവിഷ്ണുവിന്റെ തിരുസന്നിധിയിലെത്തി ശ്രീ ലക്ഷ്മി നാരായണ ഹൃദയ വിഷ്ണു യാഗത്തിൽ പങ്കാളികളായി അനുഗ്രഹീതരാവുക. ഭക്തജനങ്ങളെ, ദേവഗണങ്ങളും യക്ഷഗന്ധർവ കിന്നര ഭൂതഗണങ്ങളും പൂക്കളും പുഴകളും താരാഗണങ്ങളും ഭക്തി ചൈതന്യത്തിന്റെ പൊൻതാലങ്ങളേന്തി നിൽക്കുന്ന പ്രകൃതി അതിന്റെ സമസ്ത ലാവണ്യങ്ങളും നൽകി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന കലിയുഗ പുണ്യത്തിന്റെ കവിത രചിക്കുന്ന പുണ്യസങ്കേതമായ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നാളെ മുതൽ ബ്രഹ്മശ്രീ ഉച്ചില്ലത്ത് KU പത്മനാഭതന്ത്രീയവർഗരുടെ മഹനീയ കാർമ്മികത്വത്തിൽ ശ്രീ ലക്ഷ്മി നാരായണ ഹൃദയ വിഷ്ണു യാഗം നടക്കുകയാണ്. സംസ്കാരം തിടം വെച്ച് തെഴുത്ത ഉദമയുടെ മടിത്തട്ടിൽ നാഗരിക ജീവിതത്തിന്റെ കുടിലതകൾ തീണ്ടാത്ത ഗ്രാമ്യനന്മയുടെ തിരുവരങ്ങായി വിലസുന്നു ഉദയമംഗലം എന്ന ഗ്രാമം. വർഗവർണ്ണ ചിന്തകൾക്കതീതമായി പൂർവ്വസൂരികളിൽ നിന്നും പൈതൃകമായി കടം കൊണ്ട ഉന്നതമായ ആദർശങ്ങളും ജീവിതമൂല്യങ്ങളും മുറുകെ പിടിക്കുന്ന ഈ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ വിശ്വാസി മനസ്സുകളുടെ രക്ഷാസങ്കേതമായി നിലകൊള്ളുന്ന ശ്രീ ആഞ്ജനേയ സ്വാമിയാൽ പ്രതിഷ്ഠിതമായ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീ ലക്ഷ്മി നാരായണ ഹൃദയ വിഷ്ണു യാഗത്തിന് ധന്യത പകർന്നുകൊണ്ട് പുതുമ ശ്രീ അയ്യപ്പ ഭജന മന്ദിര സന്നിധിയിൽ നിന്നാരംഭിച്ച ഫലധാന്യ സുഹൃത സമൃദ്ധമായ കലവർ നിറയ്ക്കൽ ഘോഷയാത്ര ഇതാ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ഈ വഴിത്താറിയ ധന്യമാക്കി കടന്നു വരികയാണ്. ആർഷസംസ്കാരത്തിന്റെ ആത്മപത്മത്തിലെ ജീവോർജം പോലെ ആകാശഭൂമികളിലാകമാനം നിറചൈതന്യമായി ഒളിച്ചു തരുന്ന ദിവ്യ തേജസ്സാണ് ശ്രീ മഹാവിഷ്ണു.
ചാക്ഷുഷമന്വന്തര പ്രളയത്തിൽ മത്സ്യമായും പാലാഴിമദന സമയത്തും അന്തരപർവ്വതത്തെ ഉദ്ധരിക്കുവാൻ കൂർമ്മമായും ധരണീരക്ഷയ്ക്ക് വരാഹമായും ദുഷ്ടനാം ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച് ഭക്തനാം പ്രഹ്ലാദന വാരിപ്പുണർന്നനുഗ്രഹിച്ച് ജഗത്രയത്തിന് ഐശ്വര്യമേകാൻ സ്തംഭം പിളർന്നു നരസിംഹമായും വാമനനായും പരശുരാമനായും ശ്രീരാമനായും ബലരാമനായും കൃഷ്ണനായും കൽക്കിയായും ദശാവതാരം പൂർത്തിയാക്കുന്ന ആർത്തത്രാണപരായണനായ പന്നകശായി പരംപുരുഷോത്തമൻ ശ്രീ മഹാവിഷ്ണു ചൈതന്യം ചൊരിയുന്ന ശ്രീ ആഞ്ജനേയ സ്വാമിയാൽ പ്രതിഷ്ഠിതമായ ഉദുമാ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാലത്തിന്റെ അനിവാര്യത പോലെ നടക്കുന്ന ശ്രീ ലക്ഷ്മീനാരായണ ഹൃദയ വിഷ്ണു യാഗത്തിന് ധന്യത പകർന്നുകൊണ്ട് അയ്യപ്പ ഭജന മന്ദിര സന്നിധിയിൽ നിന്ന് ആരംഭിച്ച കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഇതാ വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. സജ്ജനങ്ങളായി നിങ്ങൾ ഓരോരുത്തരും പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ശ്രീ മഹാവിഷ്ണുവിന്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ശ്രീ ലക്ഷ്മീനാരായണ ഹൃദയ വിഷ്ണു യാഗത്തിൽ പങ്കാളികളാവുക. ദശാവതാര സ്വരൂപനായ കാരുണ്യവാരിധിയായ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ മഹാനുഗ്രഹത്തിന് പാത്രീഭൂതരാകുക. മഹാവിഷ്ണു ഹൈന്ദവ വിശ്വാസപ്രകാരം മനുഷ്യന്റെ ഗ്രാഹ്യത്തിനും സർവ്വഗുണങ്ങൾക്കും അതീതമായി പ്രപഞ്ചത്തിന്റെ സമ്പൂർണ്ണ സംരക്ഷകനായി പരിലസിക്കുന്നു. സകല ജീവജാലങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവും ശ്രീ മഹാവിഷ്ണു തന്നെയാണ്. പ്രപഞ്ചത്തിൽ അധർമ്മം വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ നാരായണൻ അസംഖ്യം അവതാരങ്ങളെടുക്കുകയുണ്ടായി. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഗീത. സൃഷ്ടി സ്ഥിതി സംഹാരം അനുഗ്രഹം തിരോധാനം തുടങ്ങിയ പഞ്ചകൃത്യങ്ങൾ പരബ്രഹ്മമായ സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണുവാണ് നിർവഹിക്കുന്നത്. പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ മഹാവിഷ്ണുവാകുന്നു. സമസ്ത ബ്രഹ്മാണ്ടത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമചൈതന്യത്തെയാണ് ആദിനാരായണ സ്വരൂപമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഐശ്വര്യത്തിൻ്റെയും ധനത്തിൻ്റെയും ക്രിയാശക്തിയുടെയും പ്രതീകമായ ആദിപരാശക്തി ശ്രീ മഹാലക്ഷ്മിയാണ് മഹാവിഷ്ണുവിൻ്റെ ധർമ്മപത്നി. ശ്രീ ലക്ഷ്മീനാരായണ ഹൃദയ വിഷ്ണു യാഗം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കുമായൊരാരോഗ്യവും ദുരിതശാന്തിയും സമ്പൽ സമൃദ്ധിയും സന്താനലബ്ധിയും സർവൈശ്വര്യങ്ങളും നാടിനഭിവൃദ്ധിയും സിദ്ധിക്കുമെന്നാണ് അഭിജ്ഞമതം. ആയതിനാൽ എല്ലാ ഭക്തജനങ്ങളും സകലാഭയവരദായകനായ മഹാവിഷ്ണുവിൻ്റെ തിരുസന്നിധിയിലെത്തി ശ്രീ ലക്ഷ്മീനാരായണ ഹൃദയ വിഷ്ണു യാഗത്തിൽ പങ്കാളികളായി അനുഗ്രഹീതരാവുക.